ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഉണ്ട് ചങ്ങായി, മണ്ടക്കുണ്ട്, വരുന്നില്ല. കുറച്ച് ടൈം വേണം കാലയ്ക്കാൻ. ഗൈസ്, ഇന്ന് നമുക്കുണ്ടല്ലോ ഫിസിയോതെറാപ്പി എന്താണെന്നുള്ള കാര്യം നമുക്ക് പബ്ലിക് ഒപ്പീനിയൻ ചോദിച്ചാലോ? പബ്ലിക്കിന് എന്താണ് ഫിസിയോതെറാപ്പിനെ കുറിച്ച് അറിയുന്നുള്ള കാര്യം ചോദിച്ചു നോക്കിയാലോ? ഫിസിയോതെറാപ്പി പറഞ്ഞാല് പിന്നെ നക്കി കൊടുക്കല് മനസ്സിലാ. പിന്നെ ഒടിഞ്ഞ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇതുകൂടി ആയാൽ പെട്ടെന്ന് ശരിയാവും. എനിക്ക് ചെറിയൊരു ഓപ്പറേഷൻ വന്നിട്ടാകുമ്പോൾ ഇങ്ങനെ ഞരവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിനി. ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞിനി. കുറച്ച് ഫിസിയോതെറാപ്പി ചെറിയൊരു വ്യത്യാസം വന്നിനി. ഇപ്പോൾ ക്ലിയർ ആയിട്ടാ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇത് ഓപ്പറേഷൻ ചെയ്ത പാടെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് ചെയ്യണം. ഇത് ഡിലേ ആയിപ്പോയി. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ന്യൂറോളജിസ്റ്റിനെ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലൊക്കെ അത് റിക്കവർ ചെയ്യുന്ന ഉപയോഗിക്കുന്ന സംഭവമാണെന്ന് അറിയുന്ന കാര്യം ആണോ? ഈ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ ഓർത്തോ സംബന്ധമായ അസുഖങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സ്റ്റെക്കോ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിനൊരു എക്സസൈസ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അറിയാം, ഇങ്ങനെ നടക്കാനുള്ള കഴിയാത്തവർ ഇതാക്കുന്നല്ലേ, ആക്സിഡൻ്റ് എല്ലാം ആയിട്ടാകുമ്പോൾ. തെറാപ്പി ചെയ്യുന്നവരെല്ലാം ഗുണമുണ്ടെന്നാണ് പറയുന്നത്, അല്ലാത്തവരൊന്നും പറഞ്ഞില്ല. ഫിസിയോതെറാപ്പി നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു. കേട്ടിട്ടുണ്ട്, അതേ അറിയില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടാ. തെറാപ്പി പറഞ്ഞാൽ ഇങ്ങനെ തടി അങ്ങനെ ചെയ്യുന്നില്ലേ ഫിസിയോതെറാപ്പി? പെയിൻ റിലീഫ് ആക്കുന്നുണ്ട്. കാലൊടിഞ്ഞിട്ട് വരുന്നവരൊക്കെ നല്ല രീതിയിൽ നടത്തിക്കാൻ അവർ സഹായിക്കുന്നുണ്ട്. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പം നടക്കാൻ പറ്റാതെ വരുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നമ്മൾ നടത്തി അവർ കാണിക്കുന്നുണ്ട്. പറ്റില്ല എന്ന് പറയുന്നവർക്ക് അവർ ചെയ്ത് കാണിക്കുന്നുണ്ട്.